എല്ലാ വിദ്യാർത്ഥികൾക്കും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ മോഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ മോഡ്യൂള് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്ന ഈ മോഡ്യൂളിൽ ഫസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്, അതിന്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ആസ് പെർ സെക്ഷൻ 128 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, every company shall prepare financial statements of every financial year to give a true and fair view of the state of affairs of the company. Financial statements ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ എൻഡ് പ്രോഡക്ട്സ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ലഭിക്കുന്നത്. ഇനി കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 128 പ്രകാരം എല്ലാ കമ്പനികളും എല്ലാ വർഷവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിരിക്കണം. അതുകൂടാണ്ട് സെക്ഷൻ 129 സബ്സെക്ഷൻ 1 പ്രകാരം കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ അതിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ഷാൽ ഗീവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനീസ് തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആ കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർ, യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അവസ്ഥ കാണിക്കുന്ന, അസറ്റും ലയബിലിറ്റീസും കാണിക്കുന്നതായിരിക്കണം കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. രണ്ടാമത് പറയുന്നുണ്ട്, ഷാൾ കംപ്ലൈ വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 133. അതുകൂടാണ്ട് സെക്ഷൻ 133 പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. മൂന്ന്, ഷാൾ ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ഗിവൺ ഇൻ ദ ഷെഡ്യൂൾ 3. അതുകൂടാണ്ട് ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ഫോമിലായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. ഇപ്പൊ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 129 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ അത് ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തായിരിക്കണം, പിന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അതായത് ഷെഡ്യൂൾ 3 പ്രകാരമായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. ഇനി അടുത്ത് നോക്കാം, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. Financial statements are the summarized statements and reports prepared by the business concerned to disclose their accounting information and to communicate them to the interested parties. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇസ് എ സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പോർട്ട്സ് പ്രിപ്പയർഡ് ബൈ ദ ബിസിനസ് കൺസേൺസ്. ബിസിനസ് സ്ഥാപനങ്ങൾ ബിസിനസ് ഫേമിന്റെ റിസൾട്ട് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സിനാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. തയ്യാറാക്കുന്നത് കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനിയിലെ റിസൾട്ടിൽ താല്പര്യമുള്ള, അക്കൗണ്ടിംഗ് റിസൾട്ടിൽ ഓപ്പറേറ്റിംഗ് റിസൾട്ടിൽ താല്പര്യമുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസിനോട് ആ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പ്രധാനമായിട്ടും വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും ബാലൻസ് ഷീറ്റിനെ നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇൻകം സ്റ്റേറ്റ്മെന്റ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റും ആണ് പ്രധാനമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. അതില് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന്റെ നെറ്റ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടും ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൂടാണ്ട് ഉള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പെട്ടതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ഇനി നമുക്ക് ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ജോൺ എൻ മേയർ, the financial statement provide a summary of the accounts of a business enterprise, the balance sheet reflecting the assets and liabilities, and the income statement showing the result of the operations during a certain period. ജോൺ എൻ മേയർ പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനത്തിന്റെ അക്കൗണ്ട്സിന്റെ സമ്മറി കാണിക്കുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാണിക്കുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓർഗനൈസേഷന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ടുമാണ് certain പീരീഡിലെ ഓപ്പറേറ്റിംഗ് റിസൾട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രസന്റിംഗ് എ പീരിയോഡിക്കൽ റിവ്യൂ ഓർ റിപ്പോർട്ട് ഓൺ ദ പ്രോഗ്രസ് ഓഫ് ദ മാനേജ്മെന്റ് and deal with the status of the investment in the business and the result achieved during the period under the review. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് പറഞ്ഞിരിക്കുന്നത്
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷന്റെ ആ കമ്പനിയുടെ പ്രോഗ്രസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതെന്ന് പറയുന്നത് ഒന്ന് ബിസിനസിന് ഇൻവെസ്റ്റ്മെന്റ് നിലവിലുള്ള സ്റ്റാറ്റസ് എത്രയാണ്, അതിന്റെ റിസൾട്ട് കഴിഞ്ഞ ഒരു പീരീഡിൽ അത് എത്രത്തോളം റിസൾട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന റിപ്പോർട്ട്സ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്, financial statements are prepared for the purpose of presenting a periodical review or report on the progress of the management and deal with the status of the investment in the business and the result achieved during the period under review. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പെടുന്നത് ഏതൊക്കെ ഐറ്റംസ് ആണ് ഇതിന്റെ കീഴിൽ വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓൾറെഡി പറഞ്ഞതുപോലെ ഇൻകം സ്റ്റേറ്റ്മെന്റ്. Income statement is prepared to determine the operational position of the concern. ബിസിനസ് ഓർഗനൈസേഷന്റെ ഓപ്പറേഷണൽ പൊസിഷൻ, നിലവിലുള്ള റിസൾട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതിൽ റവന്യൂസും എക്സ്പെൻസും ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇൻകവും റവന്യൂസ് എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. പർട്ടിക്കുലർ പീരീഡിലോട്ടാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡിലോട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് ഓർ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട് ഡിഫൈൻ ബാലൻസ് ഷീറ്റ് ആസ് a tabular statement or summary of balance carried forward after an actual and constructive closing of books of accounts kept according to the principles of accounting. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള അക്കൗണ്ട്സിന്റെ ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ അതിന്റെ സമ്മറി ഓഫ് ബാലൻസസ് ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണാൻ സാധിക്കുന്നത്. The balance sheet is one of the important financial statements depicting the financial strength of the business concern. ബിസിനസ് സ്ഥാപനത്തിന്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി എന്താണ്, അവസ്ഥ എന്താണ് എന്ന് കാണിക്കുന്ന പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. അതിലെ ബാലൻസ് ഷീറ്റിൽ രണ്ട് സൈഡ് ഉണ്ട്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അതിൽ ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസും റൈറ്റ് സൈഡിൽ അസറ്റ്സും ആണ് കാണിക്കുന്നത്. ഇറ്റ് ഷോസ് വൺ ഹാൻഡ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് യൂട്ടിലൈസസ് ഓൺ ദ അതർ ഹാൻഡ് ദ സോഴ്സസ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ്. അതിലൊരു സൈഡിൽ പ്രോപ്പർട്ടീസും അസറ്റ്സും, മറ്റേത് എവിടെ നിന്നാണ് ഈ ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ഷോസ് ഓൾ ദ അസറ്റ്സ് ഓൺഡ് ബൈ ദ കൺസേൺ ആൻഡ് ഓൾ ലയബിലിറ്റീസ് ക്ലെയിംസ് ഇറ്റ് ഓൾസ് ടു ദ ഓണേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അസറ്റ് എത്രത്തോളം അസറ്റ് ഉണ്ട് എന്നുള്ള കാര്യവും എത്രത്തോളം ലയബിലിറ്റി ആ സ്ഥാപനം ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുണ്ട്, ഓണേഴ്സിന് കൊടുക്കാനുണ്ട്, ഓണേഴ്സിന് എത്രത്തോളം നിക്ഷേപിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. മൂന്നാമത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് ആൻ അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് prepared by the management accounts to study the impact of business transactions of a particular period on the most liquid form of the asset, namely cash and cash equivalents. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഏറ്റവും ലിക്വിഡ് ഫോമിലുള്ള അസറ്റ് ആയിട്ടുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിന്റെ മൂവ്മെന്റ് പർട്ടിക്കുലർ പീരീഡിലെ ട്രാൻസാക്ഷൻസ്, അതായത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെ നിന്ന് ക്യാഷ് വന്നു, എങ്ങനെ ക്യാഷ് സ്പെൻഡ് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ആസ് പെർ ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3, the preparation of cash flow statement is compulsory in companies. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കമ്പനികൾ നിർബന്ധമായിട്ട് തയ്യാറാക്കിയിരിക്കണം. അത് തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്കും ക്യാഷിന്റെ സോഴ്സസ് ആൻഡ് ഔട്ട്ഫ്ലോ നമുക്ക് കാണാൻ സാധിക്കും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഡിപ്പിക്റ്റിംഗ് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഇൻ ക്യാഷ് പൊസിഷൻ ഫ്രം വൺ പീരിയഡ് ടു അനദർ. ഒരു പീരീഡിൽ നിന്നും അടുത്ത പീരീഡിലോട്ട് പോകുമ്പോഴത്തേക്കും, ഒരു ഡേറ്റിൽ നിന്ന് അടുത്ത ഡേറ്റിലോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ക്യാഷിന്റെ പൊസിഷനിൽ ചേഞ്ചസ് വന്നു എന്നുള്ള റീസൺസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് തയ്യാറാക്കുന്ന ഒരു അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. The term flow means change and the term flow funds means change in fund or change in working capital. അതിൽ ഫ്ലോ എന്ന് പറയുന്നത് ചേഞ്ചും ഫണ്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലും ആണ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻ അതർ വേർഡ്സ്,
എനി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഫണ്ട് ഫ്ലോ. അല്ലെങ്കിൽ പറയാൻ സാധിക്കും വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ് ഫണ്ട് ഫ്ലോ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Viewed from the angle of working capital concept of funds, the flow of funds refers to the movement of fund inflow and outflow in the working capital area. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിലെ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആണ് സൂചിപ്പിക്കുന്നത്. This happens, changes occurs in the non-current asset such as fixed asset, share capital, long-term debts and are offset by the corresponding changes in the current account such as current assets or current liabilities and vice versa. അതായത് ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ നടക്കുന്നതിൽ ഒരു ആസ്പെക്ട് നോൺ കറന്റും ഒരു ആസ്പെക്ട് കറന്റുമായി കഴിയുമ്പോഴാണ്, അതായത് നോൺ കറന്റിൽ പെട്ട ഫിക്സഡ് അസറ്റ്, ഷെയർ ക്യാപിറ്റൽ, ലോങ് ടൈം ഡെറ്റ്സും ഒരു സൈഡിൽ, രണ്ടാമത്തെ സൈഡിൽ കറണ്ട് അസറ്റോ കറണ്ട് ലൈബിലിറ്റിയോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിലാണ് ഫണ്ട് ഫ്ലോ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഫണ്ട് ആണ്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴത്തേക്കും അതിലൊരു ആസ്പെക്ട് കറണ്ട് ആസ്പെക്റ്റും രണ്ടാമത്തെ ആസ്പെക്ട് നോൺ കറണ്ട് ആസ്പെക്റ്റും ആകുമ്പോഴാണ്. കറണ്ട് ആസ്പെക്ട് വരുമ്പോഴത്തേക്ക് ഷെയർ ക്യാപിറ്റൽ, കറണ്ട് ആസ്പെക്ട് വരുമ്പോഴത്തേക്ക് കറണ്ട് അസറ്റും ലൈബിലിറ്റീസും ആണ് വരുന്നത്. നോൺ കറണ്ട് ആസ്പെക്റ്റിൽ വരുന്നത് ഷെയർ ക്യാപിറ്റൽ, നോൺ ടൈം ഡെപ്സ് എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോൺ കറണ്ട് അക്കൗണ്ട്സിൽ വരുന്നത്. അപ്പോൾ ട്രാൻസാക്ഷനിലെ ഒരു അക്കൗണ്ട് നോൺ കറണ്ട് അക്കൗണ്ടും ഒരെണ്ണം കറണ്ട് അക്കൗണ്ടും ആകുമ്പോഴാണ് അവിടെ ഫണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അഞ്ചാമത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. It is also known as profit and loss account, profit and loss appropriation account. It shows the appropriation of earnings like payment of dividend, transfer of reserve, etc. The balance in this account will be show the amount of profit earned and carry forward. Statement of retained earnings എന്ന് പറയുന്ന വേറൊരു പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതിൽ കാണാൻ സാധിക്കുന്നത് പ്രോഫിറ്റിനെ എങ്ങനെ അപ്പോർഷൻ ചെയ്തിരിക്കുന്നു, അതായത് ഡിവിഡൻഡ്, ട്രാൻസ്ഫർ ഓഫ് റിസർവ് മുതലായവ എങ്ങനെയാണ് ക്യാരി ഫോർവേഡ് റീറ്റെയിൻ, അതായത് അപ്പോർഷൻ ചെയ്തിട്ട് എത്രത്തോളം എമൗണ്ട് ആണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പ്രധാനമായിട്ടും 5 എണ്ണമാണ് വരുന്നത്. 1 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, 2 ബാലൻസ് ഷീറ്റ്, 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, 4 ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, 5 സ്റ്റേറ്റ്മെന്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. നെക്സ്റ്റ് ടോപ്പിക് എസെൻഷ്യൽസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് സാറ്റിസ്ഫൈ certain elements for making it meaningful and comparable. Modern management is not only concerned with the profit alone but also with the progress it makes. To measure the progress made, the financial statement of the current year should be compared with those of the previous year. For making the financial statement comparing, they should satisfy the following essential elements. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ചില certain elements ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും നമുക്ക് 2 വർഷത്തെ അല്ലെങ്കിൽ 2 ഫേംസിന്റെ തമ്മിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ കാലത്തിൽ മാനേജ്മെന്റ് പ്രോഫിറ്റ് മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, എത്രത്തോളം പ്രോഗ്രസ്, ഗ്രോത്ത് ആ സ്ഥാപനം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രത്തോളം പ്രോഗ്രസ് അച്ചീവ് ചെയ്തു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ അടുത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തണം അല്ലെങ്കിൽ കമ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയറിംഗ് പോസിബിൾ ആകണമെന്നുണ്ട്. താരതമ്യം ഈ വർഷത്തെ അടുത്ത വർഷം കൂടെ താരതമ്യം ചെയ്ത് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ചില എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ടാകണം. ആ എസെൻഷ്യൽ എലമെന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. Comparability is the one of the characteristics of accounting. Management can draw important conclusions and take appropriate decision only by comparing the financial statement of one year with that of the another year. This comparison will be effective and meaningful only if the accounting practices and methods remain unchanged over years. ഒന്നാമത് പറയുന്നത് കമ്പയറബിലിറ്റി ആണ് ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റിന് അവരുടെ തീരുമാനങ്ങളിലൂടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ അടുത്ത വർഷവുമായിട്ട് കമ്പാരിസൺ പോസിബിൾ ആകണം. അങ്ങനെ കമ്പാരിസൺ പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് പ്രാക്ടീസസും മെത്തേഡ്സും അത് ചേഞ്ച് ചെയ്യാതെ എല്ലാ വർഷവും ഒരേപോലെ തന്നെ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് കൺസിസ്റ്റൻസി ഒന്ന് പറയുന്നത്.
ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി ഈസ് ഫോളോവുഡ്. അപ്പൊ അങ്ങനെ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അടുത്ത വർഷത്തുമായിട്ട് കമ്പയറിംഗ് പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ഫോളോ ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന ബിസിനസ് അക്കൗണ്ടിംഗ് പ്രാക്ടീസും മെത്തേഡും ഈ വർഷത്തെ അടുത്ത വർഷം ഫോളോ ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി പറഞ്ഞിരിക്കുന്നത്. It is a fundamental principle that accounting policies are consistent from one period to another. ഇപ്പൊ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഒരു പീരീഡിൽ നിന്ന് അടുത്ത പീരീഡിലോട്ട് പോകുമ്പോഴത്തേക്കും ആദ്യം ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. A change in the accounting procedure may be only if it is essential. അതായത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ, നിലവിലുള്ള സിറ്റുവേഷനിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിംഗ് പ്രൊസീജിയറിലും മാറ്റം വരുത്താവുള്ളൂ. The convention of consistency helps to prepare dependable, reliable and comparable financial statements. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് വെച്ച് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി വെച്ചുകൊണ്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, റിലയബിൾ ആയിട്ടുള്ള, കമ്പയർ ചെയ്യാൻ പറ്റുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ പറ്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫസ്റ്റ് എസെൻഷ്യൽ എലമെന്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിംഗ് പ്രാക്ടീസ് ആൻഡ് മെത്തേഡ്സ് റിമെയിൻ അൺചേഞ്ച്ഡ് ഓവർ ദി ഇയർ. അക്കൗണ്ടിംഗ് മെത്തേഡ്സും പ്രാക്ടീസസും നമ്മൾ ഓരോ വർഷം ചേഞ്ച് ചെയ്യാൻ പാടില്ല, അത് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി പറയുന്നത്. രണ്ടാമത്തെ എസെൻഷ്യൽ ആണ് കൺവെൻഷൻ ഓൺ ഡിസ്ക്ലോസർ. ദിസ് കൺവെൻഷൻ സജസ്റ്റ് ദാറ്റ് all accounting statements must be prepared honestly and must contain all relevant material informations. ഈ പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത്, കൺവെൻഷൻ പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുമ്പോഴത്തേക്കും അത് ഹോണസ്റ്റ്ലി, സത്യസന്ധമായിട്ട് എല്ലാ ഇൻഫർമേഷൻസും വെച്ചുകൊണ്ടാകണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ബിസിനസിന്റെ ട്രേഡ് സീക്രട്സോ അങ്ങനെയുള്ള പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇറ്റ് ഓൺലി ഇംപ്ലൈസ് ദാറ്റ് ദ published financial statements must disclose the true and fair view of the state of the affairs of the concern for a particular period or a particular date. ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ അല്ലെങ്കിൽ പർട്ടിക്കുലർ പീരീഡിലെ ബിസിനസ് ഓർഗനൈസേഷന്റെ ട്രൂ ആൻഡ് ഫെയർ, ന്യായമായിട്ടും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ റിസൾട്ട് അറിയുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോസ്. അതായത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, അത് യഥാർത്ഥത്തിലുള്ളതായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടാകേണ്ടത്. അടുത്ത മൂന്നാമത്തെ എസെൻഷ്യൽ ആണ് ഡിസ്ക്ലോസർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്. The disclosure of the policies will be useful to the users of the financial statement for meaningful comparison of the financial statements. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അവർ ഏത് പോളിസിയാണ്, അക്കൗണ്ടിംഗ് പോളിസി ഉപയോഗിച്ചുകൊണ്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയുവാണെങ്കിൽ അത് ഉപകാരപ്രദമായിരിക്കും. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് എക്സ്പ്ലെയിൻസ് how accounting policies have to be followed in preparing and presenting financial statements. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അക്കൗണ്ടിംഗ് പോളിസീസ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ഫോളോ തയ്യാറാക്കേണ്ടത് എന്നുള്ള കാര്യം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പ്രകാരം, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 പ്രകാരം ഫിനാൻഷ്യൽ പോളിസീസ്, അതായത് അക്കൗണ്ടിംഗ് പോളിസീസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളതും കൂടെ മൂന്നാമത്തെ എസെൻഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നാലാമത് പറയുന്നുണ്ട് പ്രിപ്പറേഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽസ്. The financial statement should be prepared at regular intervals. Usually, financial statements are prepared for a period of 1 year so that the yearly progress is evaluated. നാലാമത്തെ എസെൻഷ്യൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അത് റെഗുലർ ഇന്റർവെൽസിൽ, നിശ്ചിത പീരീഡിൽ തയ്യാറാക്കിയിരിക്കണം. സാധാരണ കേസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുന്നത് ഇയർലി ആയിട്ടാണ്, ഓരോ വർഷത്തിലുമാണ് തയ്യാറാക്കുന്നത്. അപ്പൊ അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഉപയോഗപ്രദമാകത്തുള്ളൂ. അഞ്ചാമത് പറയുന്നുണ്ട് ഫോർമാറ്റ് ഫോളോഡ്. There should be a consistency in the format followed so that the comparison is made easier. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന ഫോർമാറ്റിൽ കൺസിസ്റ്റൻസി ഫോളോ ചെയ്യണം, സ്ഥിരത ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആകത്തുള്ളൂ. The profit and loss account and balance sheet should be presented in the format which suits the enterprise and items are arranged in a logical order. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒരു ലോജിക്കൽ ഫോർമാറ്റിലാണ് തയ്യാറാക്കേണ്ടത്. ഫോർമാറ്റ്, അതായത് ബിസിനസ് ഓർഗനൈസേഷന് യോജിക്കുന്ന തരത്തിലാണ് തയ്യാറാക്കേണ്ടത്. അതുകൂടാണ്ട് അതിലുള്ള ഐറ്റംസ്, ഓരോ അക്കൗണ്ട്സും അത് ലോജിക്കലായിട്ട് ഓരോ കാറ്റഗറി വെച്ചുകൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങൾ അഞ്ചാമത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എസെൻഷ്യൽസിൽ പെട്ടതാണ് 1 പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി, 2 കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോസർ, 3 ഡിസ്ക്ലോസർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്, 4 പ്രിപ്പറേഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽസ്, 5 ഫോർമാറ്റ് ഫോളോഡ്.